ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ഞാൻ തനിച്ചേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എബി വെളിയിലൊരു വീട്ടിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ. കാരണം ചേട്ടൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ രാത്രി കണ്ടിട്ട് അത് എൻ്റെ അടുത്ത് പകൽ ജോലിക്ക് പോകുന്ന തൊട്ട് മുന്നേ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ജോലിയൊക്കെ തീർത്ത് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു മനസ്സിലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്കും പേടിച്ചാണ് ഞാൻ വീട്ടിൽ നിന്നത്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും വയ്ക്കേണ്ടി വന്നില്ല കേട്ടോ. ന്യൂ ഇയറിന് വെച്ച ഫുഡ് തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാനിപ്പോൾ ചൂടാക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും രാത്രി എനിക്ക് കാലിന് നല്ല വേദനയായിരുന്നു. കാരണം തലേ ദിവസം കുറേ നേരമൊക്കെ നിന്ന് രാവിലെ ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ല വേദന ആയതുകൊണ്ട് രാത്രി പാത്രങ്ങളൊന്നും കഴുകി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം ഒതുക്കി വെച്ചിട്ട് നമ്മൾ വാഷ് ബേസിൽ തന്നെ എല്ലാം സിങ്കിലെല്ലാം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ വന്ന് പല്ലും തേച്ച് ഞാൻ കഴിച്ചതിന് ശേഷം പിന്നെ അടുക്കളയൊക്കെ ഒതുക്കാൻ നിന്നു. അപ്പോൾ ഇത് വെച്ചതൊക്കെ 5 മണിക്കാണ് കേട്ടോ. 5 മണിയായ സമയത്ത് ചേട്ടൻ പോകുന്ന സമയത്ത് ചേട്ടന് ദോശയും കറിയൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഞാനും ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് കിടന്നു ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് ഞാനും അശ്വിനിയും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാനും അശ്വിനി എന്നും രാവിലെ 7 മണി തൊട്ട് 7:30 വരെ റോഡിൽ കൂടെ ഒന്ന് വ്യായാമം ചെയ്യും കേട്ടോ. നല്ല രസമാണ് രാവിലെ നടക്കുന്നത്. ഒരു അരമണിക്കൂർ ആവുന്ന സമയത്താണ് ഒന്ന് വേർത്ത് തുടങ്ങുന്നത്. അതുവരെ നല്ല തണുപ്പായിരിക്കും, നല്ല കുഞ്ഞു മഞ്ഞായിരിക്കും. നല്ല രസമാണ് കേട്ടോ നടക്കാനൊക്കെ റോഡിൽ കൂടെ രാവിലെ തന്നെ. ആ ഒരു സുഖമൊക്കെ പറ്റി നടന്ന് കുറേ നേരം, അതായത് ഒരു അരമണിക്കൂർ എടുക്കുന്ന സമയത്തായിരിക്കും ഒന്ന് ചെറുതായിട്ട് വേർത്ത് തുടങ്ങുന്നത്. അത്രയ്ക്ക് നല്ല സുഖമാണ് രാവിലെ നടക്കുമ്പോൾ. അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ ഒരു 6 മണിക്ക് പോയി പിന്നെ ഒരു 7 മണി വരെയും എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ നടക്കും. പിന്നെ വന്നിട്ട് കുറച്ച് നേരം ഒന്നിരിക്കും, കാലിൽ എണ്ണയൊക്കെ ഇടും. പിന്നെ ആഹാരത്തിന് മുന്നേ കഴിക്കാനുള്ള എന്തെങ്കിലും മെഡിസിനൊക്കെ കാണും, അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കയറി ഇരിക്കും കേട്ടോ. ഇരുന്നിട്ട് പിന്നെ കറക്റ്റ് 8 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഫുഡ് കഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വന്ന് ഒതുക്കി. പിന്നീട് ഇത് നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന മാവും കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ വെച്ചു. പിന്നെ ഫ്രിഡ്ജിനകത്തിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ചൂടാക്കാനും വെച്ചു കേട്ടോ. അത് തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചു. അത് മാറിയതിന് ശേഷമാണ് അതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തത്. ഇതിപ്പോൾ ഫ്രിഡ്ജിനകത്ത് മാവൊക്കെ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വലിയ പാത്രം വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞു പാത്രത്തിലോട്ട് ആ മാവെല്ലാം മാറ്റി പിന്നെ തലേ ദിവസത്തെ ചോറും ഒക്കെ എടുത്ത് കുക്കറിലൊന്നുകൂടെ വേവിച്ച് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നത് പോലെയൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വീട്ടിൽ ഇരിക്കാനായിട്ട്. ഞാൻ അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പുറം മുറിയിൽ ഒരു പാത്രം വീണ് സൗണ്ട് കേട്ട് പല്ലിയോ എന്തോന്ന് വന്ന് തട്ടിയത്. പക്ഷേ എനിക്കത് നല്ല പേടിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റെപ്പ് കുക്കറിൽ ചോറ് വെച്ചപ്പോഴത്തേക്കും ഫുള്ളും ഇങ്ങനെ വെള്ളം കളഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരിക്കൽ കൂടെ ഗ്യാസ് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നീട് ഞാൻ ഒരിക്കൽ കൂടെ വെള്ളം മാറ്റിയിട്ട് ചെറുതായിട്ട് വെള്ളം വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ അതായത് മീൻകറിക്ക് വേണ്ടി ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ തലേ ദിവസം വയ്ക്കുന്ന മീൻകറി പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കടുക് താളിച്ച് നല്ല ഏറെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തലേ ദിവസം വെച്ച മീനിൻ്റെ ഒരു ടേസ്റ്റും വരത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വെച്ചത് സാമ്പാറും മീൻകറിയും പിന്നെ സലാഡോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടല്ല കഴിച്ചത്. ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഞാനും അശ്വിനിയൊക്കെ ആയിട്ട് ബീനയുടെ വീട്ടിലോട്ട് പോയി. കാരണം നമുക്ക് തനിമയുടെ ജോലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജോലിയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മളും കൂടെ കടയിലിരുന്ന് ചെയ്യും. എന്നുവെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റാണല്ലോ അവിടെ വിൽക്കാനിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ എടുക്കും. ഞാൻ എടുക്കാറില്ല കേട്ടോ. അശ്വിനി അല്ലെങ്കിൽ ബീനയായിരിക്കും ഇതൊക്കെ എടുത്ത് വെക്കാറുള്ളത്. ഞാനങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കും. ബാക്കി ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനും കൂടെ ഇരുന്ന് എല്ലാം ചെയ്ത് കൊടുക്കും. പിന്നെ അധികം ഞാൻ നടക്കുകയില്ല, വെയിറ്റും അങ്ങനെ അധികം ഞാൻ എടുക്കാറില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നിന്ന് അടുത്ത് ഇൻഡക്ഷനിലോട്ട് വെച്ചു. എനിക്ക് ഇപ്പോൾ കുക്കറിൽ വെച്ചാലും ഇൻഡക്ഷനിൽ കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ എനിക്കത് കഴിക്കാനൊരു ടേസ്റ്റും എനിക്കത് ഇഷ്ടമുള്ളൂ. അല്ല കുക്കറിൽ നേരെ വെച്ചിട്ട് അതൊന്ന് 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വാർത്ത് ചോറായിട്ട് എടുക്കുന്നവരും ഉണ്ട്. അതൊരുമാതിരി വെള്ളം പോലെ വരും. എനിക്കതൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ എന്നാലും
കുക്കറിൽ വെച്ചാലും ഇതുപോലെ ഇത് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇൻഡക്ഷനിലോട്ടൊക്കെ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇച്ചിരി സ്പീഡിനാണ് ഇടുന്നത്. ഞാൻ ഇതൊക്കെ നല്ല സ്ലോവിലാണ് ചെയ്യുന്നത്. പിന്നെ സ്ലോ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു 11 മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടി ക്യാരറ്റും ആപ്പിളും കൂടെ ഞാൻ അരിഞ്ഞതാണ്. പിന്നെ അടുക്കളയൊക്കെ ഒതുക്കി. ഞാൻ എപ്പോഴും ഒതുക്കുന്നത് പോലെയൊന്നും ചെയ്തില്ല കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ അധികം നിൽക്കാനും വയ്യായിരുന്നു, അങ്ങനെ ചെയ്തില്ല. പിന്നെ ഇതാ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം തലമുടിയൊക്കെ ഒന്ന് ഈരി കെട്ടിയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. തലമുടിയൊക്കെ ആകെ കെട്ടുവണഞ്ഞ് കിടക്കുവാണ്. കാരണം തലേ ദിവസം നമ്മൾ സിനിമയ്ക്ക് പോയ സമയത്ത് ഞാൻ കുളിച്ചിട്ടാണ് പോയത്. ആ സമയത്ത് തന്നെ തലമുടി കെട്ടി വെക്കാത്തത് കൊണ്ട് നല്ല കാറ്റത്ത് പറന്ന് അങ്ങനെ തലമുടി എല്ലാം കെട്ടുവിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചെറുതായിട്ട് പൗഡറൊക്കെ ഇട്ട് കുഞ്ഞു പൊട്ടും വെച്ചിട്ടാണ് പോയത്. പിന്നെ വേറെ കമ്മലൊന്നും ഇട്ടില്ല, ഇങ്ങനെ തന്നെയാണ് പോയത് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് എനിക്ക് അശ്വിനി ബോംബെയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ദിനേശ് അണ്ണൻ്റെ ഓട്ടോയിൽ തന്നെ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ കടയിലാണ് കുറേ നേരം വരെ കടയിലിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ബീനയുടെ കട, ആദു സ്റ്റോഴ്സ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ കുറേ നേരം വരെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഹോസ്പിറ്റലിലോട്ടാണ് പോയത് കേട്ടോ. ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്തേക്ക് ചേട്ടൻ വന്നു. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഇത് എൻ്റെ ഒരു പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വെള്ളയും കൂടെ ഉണ്ട്. ഞാൻ ഓൺലൈൻ വഴിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. രണ്ടും കൂടെ ഒരു 108 രൂപയായിട്ടേ ഉള്ളൂ. അത് വാങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞു തരുന്നതിന് മുന്നേ എന്നുവെച്ചാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേശ്ശെ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഒരു രോഗിയെ നോക്കിയിട്ട് 1 മണിക്കൂറോളം അവരെ നോക്കേണ്ടത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറും അവരെ നോക്കി ഇറങ്ങാൻ താമസിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് പോലും വരാനും മുന്നേ തന്നെ ആ വീട് ഫുള്ള് രോഗികളെ കൊണ്ട് നിറഞ്ഞു. പിന്നെ ആയപ്പോഴത്തേക്കും പെട്ടെന്നൊക്കെ നോക്കി വിട്ടു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും നീരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കുറയാനുള്ള മരുന്നും ഒക്കെ തന്നു. പിന്നെ വ്യായാമമൊക്കെ പഴയതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെഡിസിനും വാങ്ങിയിട്ട് തൊട്ടടുത്തതിനൊരു കടയുണ്ട്. നമ്മൾ മുമ്പ് പോയപ്പോൾ ചായ വാങ്ങിയ അതേ കടയിൽ തന്നെയാണ് വന്നത് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ അകത്തോട്ട് കയറിയായിരുന്നു. മുന്നേ നമ്മൾ ആ ഫ്രണ്ടിലാണ് ഇരുന്നത്. എനിക്ക് ഫ്രണ്ടിലിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഫ്രണ്ടിൽ ഫുൾ തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റ് പണിയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരെല്ലാവരും അവിടെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 4 ചെയറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേര് ഇരിക്കുമ്പോൾ പിന്നെ അവിടെ വേറെ 2 പേര് വന്നിരിക്കത്തില്ല. കാരണം ഫാമിലി ആയിട്ട് ഇരിക്കുമ്പം പൊതുവെ ആരും അങ്ങോട്ട് വന്നിരിക്കാറില്ലല്ലോ. അതുകൊണ്ട് ആരും വരില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും വിചാരിച്ചു അകത്ത് പോയിരിക്കുന്നു വിചാരിച്ചു അങ്ങനെ പോയി. അപ്പോൾ ഓരോ ഉഴുന്നുവടയും ഞാൻ കോഫി വാങ്ങി, പിന്നെ സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ എബിയാണ് ഓർക്കണത്. അവനാണ് ഇങ്ങനെയൊക്കെ കടയിൽ പോയിരുന്ന ഒരു ചെറു ചായയാണെങ്കിൽ പോലും അവനിങ്ങനെ കടയിലൊക്കെ പോയിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് പെട്ടെന്ന് കൂടുതലായിട്ട് ഇഷ്ടം കടയിൽ നിന്ന് പോയി തട്ട് ദോശയൊക്കെ വാങ്ങി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഫോൺ അവിടെ വെച്ച സമയത്ത് ചേട്ടൻ എന്തോ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വീഡിയോ ആണ് എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ കഴിക്കുന്നതൊക്കെ ചേട്ടൻ പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്നത് നോക്കി ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് അമ്പലത്തറ വന്ന സമയത്ത് ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് കയറി. പ്രത്യേകിച്ച് ഒരു ഡയറ്റിങ് എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോണ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2 കോണ് വാങ്ങിയിട്ട് 2 എണ്ണം കൂടെ 60 രൂപയായിരുന്നു. പിന്നെ ഞാൻ മാങ്ങ 2 എണ്ണം കൊടുത്ത സമയത്ത് 120 രൂപയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയില്ല, ഒരെണ്ണേ വാങ്ങിയുള്ളൂ. ഒരെണ്ണത്തിനകത്ത് 60 രൂപയായിരുന്നു. അതും വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ വിശേഷങ്ങളോ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ഞാൻ ഇന്നോട്ട് ഡയറ്റിങ് എടുത്തു. രാത്രി ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു സലാഡ് വെള്ളരിയും വാങ്ങിയായിരുന്നു. അത് മറന്നുപോയി കേട്ടോ പറയാനായിട്ട്. അപ്പോൾ ഇന്നോട്ട് രാത്രി ഒന്നും കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ എവിടെയെങ്കിലും വിശേഷിച്ച് കല്യാണത്തിന് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ. അല്ലാതെ ഇതുപോലെ ഡയറ്റ് ചെയ്യുന്നത് തന്നെ വിചാരിച്ചു കേട്ടോ. അത് പെട്ടെന്നൊന്നും ഡയറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്കാർക്കും. അപ്പോൾ ചെറുതായിട്ട് എടുത്ത് തുടങ്ങുമെന്ന് വിചാരിച്ചു. മുമ്പ് ഞാൻ വയ്യാതെയുള്ള സമയത്ത് ഒരുപാട് ഫുഡ് കഴിക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് കുറച്ച് നന്നായിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.